ഗുഡ് മോർണിംഗ് സാർ. ആ സുധാകരനോ? കേറി വാടോ. എന്താ പാത്രമായിട്ട് പാലിന ഇരിക്ക? മോരുണ്ടെങ്കിൽ ഇത്തിരി മോര് കിട്ടിയ തിരക്കില്ലായിരുന്നു. അതിന് താൻ ഈ വയ്യാത്ത കാലം വെച്ച് വരണോ? കുട്ടിമാളുമില്ല അവിടെ? അമ്മല്ല, ശിവന്റെ വീട്ടിൽ പോയിരിക്ക. ഓ, ഇത്തിരി മോരുണ്ടെങ്കിൽ എനിക്ക് വേറെ കറി ഒന്നും വേണ്ട. അത് ശരി. ദേവോ, ദേവകി, തന്റെ ഈ കാല് ഏതെങ്കിലും നല്ലൊരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാൽ ശരിയാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ തകരാറൊന്നുമില്ല. ബലം കൊടുക്കുമ്പോ ഒരു ചെറിയ വേദന. ഈ ചിരട്ടുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാ. ഇനിയിപ്പോ അത് വീണ്ടും കീറിയാലും ഉണ്ടാക്കിയത് തന്നെ വേണേ വെക്കാൻ. അതും ശരിയായി വരുന്നെന്താ ഉറപ്പ്? ചിലപ്പോ ഇതിനും പോറാവും. ഒരു റിസ്ക് വേണ്ട. ശരിയായ പിന്നെ കുട്ടികള് കളിപ്പേര് വിളിക്കില്ലല്ലോ. വിളിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. രാജ്യത്തിന് വേണ്ടി ഇത്രയും ദാനം ചെയ്യാൻ പറ്റിയല്ലോ, അതൊരു ഭാഗ്യ. ശരിയാ മുത്തശ്ശ, നമുക്ക് ഒരു നീബും ഡൊണേറ്റ് ചെയ്യായിരുന്നു. അമ്മോ, നമ്മുടെ സുധാരണാർക്ക് ഇത്തിരി മോര് കൊടുക്കാൻ മുത്തച്ഛോട് പറയൂ. അതിന് ഫ്രീ ആയിട്ട് ഇവിടെ ആർക്കും മോര് കൊടുക്കണില്ലല്ലോ മുത്തശ്ശ. ഫ്രീ ആയിട്ട് വേണ്ട, കാശ് കൊണ്ടുണ്ട്. കാശോ? ഏയ്, ഗോരസങ്ങൾ പാലായാലും മോരായാലും നെയ്യായാലും കാശിന് കൊടുക്കാറില്ല അവിടെ. ആ പാത്രം കൊടുക്കൂ. കൊടുക്കാൻ മോരുണ്ടാവില്ലേ മുത്തശ്ശ? നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നത് നമുക്ക് വേണ്ടിട്ടാ. മോരും പാലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ പശുവിനെ വളർത്തണം, അല്ലേ ജവാൻ സാർ? അങ്ങനെ ആവട്ടെ മനസ്സർ. എന്ത് മര്യാദകടെ കുട്ടി പറയണേ? മര്യാദകടെ അല്ല മുത്തശ്ശ, അദ്ദേഹത്തിന് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, അല്ലേ ജവാൻ സാർ? സുധാരൻ നിൽക്കൂ, ഇന്ദു വെറുതെ തമാശ പറഞ്ഞതല്ലേ. തമാശ അല്ല മുത്തശ്ശ, ഇദ്ദേഹത്തിന് നമ്മളോടൊക്കെ എന്ത് വെറുപ്പാന്നറിയോ? ഇന്നാള് മുത്തശ്ശനെ പറ്റി എന്നോട് കുറെ ചീത്ത പറഞ്ഞു. മുത്തശ്ശ ഒരു വൃത്തികെട്ടവനാണ്, പിശുക്കനാണ്, അയാളുടെ മക്കളൊക്കെ വലിയ നിലയിലെന്ന അഹങ്കാരമാണ്. പിന്നെ എന്റെ അച്ഛൻ ഹാർട്ട് സർജൻ അല്ല, വെറും ഹോമിയോ ഡോക്ടറാണ് ഇത്രേ. പറഞ്ഞില്ലേ? ഞാനോ? പിന്നെ ആരാ? എന്ത് ഈശ്വര, നുണയാണ് സാറേ. ഈ കുട്ടി പറയുന്ന മുഴുവൻ നുണയാ. ഞാൻ അങ്ങനെ പറയുമോ സാറിനെ കുറിച്ച്? സത്യമാണ് മുത്തശ്ശ, എന്റെ അച്ഛനാണ് സത്യം. സാറിന് എന്നെ അറിയില്ലേ? ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ചും പറയില്ല. ഡോക്ടർ കെ ജി മേനോനെ എനിക്കറിയില്ലേ? അയ്യോ, എന്താന്നോണ, തല പൊട്ടിത്തെറിക്കും. സുധാരണാരെ, എന്നെയും എന്റെ മക്കളെയും കുറിച്ച് ആദ്യമായിട്ടാ ഒരാളിങ്ങനെ പറയണേ. സാറേ, സാറിത് വിശ്വസിക്കരുത്. എന്റെ കുട്ടി നുണ പറയില്ല, താൻ പൊക്കോളൂ. ഞാനൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ ചീത്ത പറയിക്കാൻ നീ എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല, വെറുതെ ആ ഗേറ്റിന് പുറത്തു നിന്ന് അയാളുടെ വീട്ടിലെ ഗാർഡനിൽ ഒന്ന് നോക്കിപ്പോയി. എന്നാ ഇനി മേലെ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട. നന്ദിയില്ലാത്ത ആളോള്. ഇവിടത്തെ ചോറുണ്ട് ജീവിച്ചോനായുള്ള അച്ഛൻ, ആ നന്ദിയെങ്കിലും വേണ്ടേ? എന്റെ അമ്മേ, ഇങ്ങനെ ഒരു കല്ല് വെച്ച നുണ ബോംബ് വീണവലായിപ്പോയി ഞാൻ. അല്ല, ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇല്ലെന്നേ. നമ്മൾ അങ്ങനെ പറയോ? അത് മുല്ലശ്ശേരിലെ മേനോ സാറിനെ കുറിച്ച്. ഒന്നുമല്ലല്ലോ, എന്റെ അച്ഛൻ അവരുടെ സ്കൂളിലെ പ്യൂണായിരുന്നില്ലേ? അച്ഛനുള്ള കാലം വരെ ഞങ്ങൾ അവരുടെ കഞ്ഞിയല്ലേ കുടിച്ചിരുന്നത്. ഡോക്ടർ കെ ജി മേനോൻ സാർ വരുമ്പോഴൊക്കെ വീട്ടിൽ ഒരു തവണയെങ്കിലും ഒന്ന് കയറാണ്ടിരിക്കില്ല. ഇപ്പോഴും അത്യാവശ്യം എന്ന് പറഞ്ഞു ചെന്നാ 5 10 എടുത്തു തരാൻ ഒരു മടിയില്ല. സുമയുടെ കല്യാണം പറയാൻ ചെന്നപ്പോ 10,000 ഉറുപ്പിക എടുത്ത് തന്നു എന്റെ കയ്യില്. ആ മനുഷ്യനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് ഞാൻ പറയോ? അതെ, എന്നാലും പൂക്കളുടെ കാര്യം ആവുമ്പോ നിനക്ക് മേലും കീഴും ഇല്ല. അത് ശരി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ നാട്ടിലെ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവള് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും എന്റെ വായിന്ന് വീഴില്ല. ഒന്നുകൂടെ ഞാനൊരു ജവാനല്ലേ. ഓ, നേരെ ഉച്ചയായി, ഇനിപ്പോയി വല്ലതും കഴിക്കട്ടെ. പറഞ്ഞ പോലെ നീ ഉണ്ണാൻ പോണില്ലേ? ഇല്ല, മോര് കിട്ടിയത്ര അരി വെക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഒരു ബിരിയാണി. അമ്മ ഇല്ലാത്തതുകൊണ്ട് ആകപ്പാട് ഒരു രാത്രി ഉറക്കവും ശരിയായില്ല. നമുക്ക് വീട്ടിൽ പോവാം, അമ്മ പറഞ്ഞവരെ അവിടെ നിന്നാവാം. വേണ്ട, ശങ്കരനാരെ കടയിൽ പറഞ്ഞേൽപ്പിച്ചു. അത് സാരില്ല. സുധാര, ധാരാ പറയണേന്ന് നോക്കിയേ. അമ്മ എന്തിനാ ഇപ്പൊ എങ്ങോട്ട് ഓടിപ്പോന്നേ? എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. എന്ത് പറ്റി? നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോ എനിക്ക് അവിടെ നല്ല മനസ്സമാധാനാ. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പുറകില്ലാന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ഓടിപ്പോയത്. അതിന് ഞാനില്ലെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല. അവളുടെ അച്ഛനും അമ്മയുണ്ട്, ശിവനും ഉണ്ട്, പിന്നെന്താ? ഇവിടെ ഇവനാണെങ്കിൽ 10 തികഞ്ഞ് നിക്കണു. എന്റെ 500 ഉറുപ്പിക കാറുപാടായിട്ട് കളയിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇത് എന്ത് മനസ്സിലായിട്ടാ? കുറച്ചു നേരം തലയ്ക്ക് സൂര്യ ഉണ്ടാവട്ടെ. അതിരിക്കട്ടടാ. ഇപ്പൊ കറണ്ട് പോവും. പവർ കിട്ടപ്പോ 9 മണിക്കാ. ഏത് ചെയ്യാ? ബസ്സിൽ തൂങ്ങി നിന്നിട്ടാ. ഒരു കാറ് വിളിച്ചിങ്ങടെ ആക്കിയാൽ എന്താവന്? ഞാനൊന്നും പറയണില്ല, പറഞ്ഞാ കുറ്റാവും.
കറണ്ട് വരുമ്പോ അമ്മ കണ്ടോ? രാത്രി മുഴുവൻ കണ്ടോ? ശിവന്റോട് അതെ, ടി വി തൊടാൻ സമ്മതിക്കില്ല. അവൾക്ക് അതിന്റെ ഒച്ച കേൾക്കാച്ചാ തന്നെ കലിയ. ചിരിച്ചു കേട്ടെങ്കിലും ചെറിയ വിത്തൊന്നുമല്ല. നിന്റെ അനിയനാണെങ്കിലോ ഒരു പെൺകോന്തൻ. അമ്മയുടെ പൊന്നുമനല്ലേ. അമ്മ അവിടെ നിൽക്കാണ്ട് പോകുന്നതിന് അവനും അവളും കരയുണ്ടാവുന്ന എനിക്ക് തോന്നണേ. ഉവ്വ്, നമുക്ക് ആരും വേണ്ട. ആ മിലിറ്ററിക്കാരന്റെ മോളുടെ വിവരം വല്ലതും അറിഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. നീ അവരെ ആലോചിച്ച് പറയട്ടെ. മതി. അവന്റെ ഒരു പൂവും പൂക്കാടും ചൊടലക്കാടാടാ. 2 ലൈഫിന്റെ ചൊടലക്കാട്. ഇവനെ ഇന്ന് ഞാൻ എടാ വേണ്ടടാ, വേണ്ട. എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെടാ. ഒന്ന് പൊട്ടിച്ച കുറച്ച് ദിവസത്തേക്ക് സമാനം ഉണ്ടാവും. വേണ്ടടാ. പാവം. നീ എന്താടാ വിചാരിച്ചേ? ഇന്ന് കാവലിരിക്കല്ലേ? മോശം മനുഷ്യൻ ഒരിക്കലെങ്കിലും സ്വൈര്യം ഒന്നല്ലെങ്കിൽ ഒന്ന്. എന്നാ ജീപ്പ് മറിച്ചപ്പോ അങ്ങോട്ട് ചത്തുപോയാൽ മതിയായിരുന്നു.